ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിൽ ജാസ്മിൻ സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട്. ഗബ്രിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കാനാണ് ജാസ്മിൻ പോകുന്നത്. ദെൻ അവിടെ നിന്നിട്ട് ഗബ്രിയെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നു. നീ ഇല്ലാതെ എനിക്കിവിടെ പറ്റുന്നില്ല ഗബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് ആ ഒരു സ്റ്റോർ റൂമിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ ആ സമയത്ത് സാബുമോൻ സ്റ്റോർ റൂമിലേക്ക് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും സാബുമോൻ ജാസ്മിനായിട്ട് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് റസ്മിനുമായിട്ടുള്ള ഫൈറ്റിൽ പൊട്ടിപ്പോയ മാലയോ ലോക്കറ്റോ അങ്ങനെ എന്തോ ഒരു ചെയിനോ അങ്ങനെ എന്തോ ഒരു സാധനം സാബുമോൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിന്റെ. അപ്പോൾ അത് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്നാണ് അന്ന് സാബുമോൻ പറഞ്ഞിരുന്നത്. പക്ഷെ അത് സാബു തന്നെ സൂക്ഷിക്കാനുണ്ടായത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്ന സമയത്ത് ജാസ്മിന് തന്നെ നൽകാമെന്നുള്ള രീതിയിൽ എന്തായാലും അത് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ. കെഞ്ചിക്കേണ അപേക്ഷിച്ചാണ് ചോദിക്കുന്നത്. സാബു ചേട്ടാ എനിക്ക് താ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ നല്ല രീതിയിൽ അത് ചോദിക്കുന്നുണ്ടായിരുന്നു. ദെൻ അത് ഇതുവരെ ജാസ്മിന് കൊടുത്തിട്ടില്ല. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്ന സമയത്ത് ജാസ്മിന് കൊടുക്കാനായിട്ട് സാബുമോൻ തന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ ഗബ്രി ഇല്ലാത്ത ബിഗ് ബോസ് ഹൗസ് ജാസ്മിന് ഒരു ജയില് പോലെ തന്നെയാണ്. ഗബ്രിയോടാണ് ജാസ്മിൻ പല കാര്യങ്ങളും അവിടെ പങ്കുവച്ചിരുന്നത്. ഈ ഒരു സമയത്ത് ജാസ്മിന്റെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും പങ്കുവെക്കാനായിട്ട് ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് അവിടെ ഇല്ല. അതുപോലെ തന്നെ വന്നിരിക്കുന്ന അതിഥികൾ, അതായത് ശ്വേതാ മേനോനും സാബുമോന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ് പ്രകാരം ജാസ്മിൻ ഈ സമയത്ത് ഗെയിം ഡീവിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു വിക്ടിം കാർഡ് ഇറക്കാനായിട്ടുള്ള സകലമായ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജിൻഡോ ആയിട്ടൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം പല സമയങ്ങളിലും ജിൻഡോയെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജിൻഡോക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിൽ എന്നുള്ള പല കാര്യങ്ങളും ജാസ്മിൻ അവിടെ ചെയ്യുന്നുണ്ട്. അത് ജാസ്മിന്റെ ഗെയിമിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ഈ സമയത്ത് ജാസ്മിന്റെ ഗെയിം ഇംപ്രൂവ് ആവുന്ന ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പീക്കിലേക്കാണ് പോകുന്നത്. കാരണം ഏറ്റവും താഴെക്കിടയിൽ ഇരുന്നിരുന്ന ജാസ്മിൻ ഈ സമയത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് ജിൻഡോനേക്കാളും കുറച്ച് കുറവ് ജനപിന്തുണയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സിജോനേക്കാളും ശ്രീധുവിനേക്കാളും അർജുനേക്കാളും കുറച്ചുകൂടി ഈ പറയുന്ന വ്യൂവേഴ്സിന്റെ സപ്പോർട്ട് നേടിയെടുക്കാനായിട്ട് ജാസ്മിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ടോപ്പ് 5 ഏകദേശം ഉറപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ജിൻഡോക്ക് പറ്റിയ ഒരു എതിരാളിയായിട്ട് മാറാനായിട്ട് തീർച്ചയായിട്ടും ജാസ്മിന് സാധിക്കും. പിന്നെ ഒന്നിച്ച് നിന്നാണ് ഗെയിം കളിക്കാൻ നോക്കുന്നതെങ്കിൽ രണ്ടുപേര് കൂടി ഒന്നിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും അവിടെ അടിപതറി വീഴും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ഉയർന്നു വരണം പിന്നെ ഇവരെ ഓപ്പോസ് ചെയ്യണമെങ്കിൽ. അതിന് പറ്റിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരുമിച്ച് നിന്ന് കളിക്കാത്തതാണ് നല്ലത്, ജിൻഡോനും ജാസ്മിനും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.